ഉക്സി ബൈ കിച്ചു എന്നുള്ള ബ്രാൻഡ് സ്റ്റാർട്ട് ചെയ്തപ്പോഴത്തേക്കും കുറേ ക്വസ്റ്റ്യൻസ് വന്നിട്ടുണ്ടായിരുന്നു. ബ്രാൻഡിനെ പറ്റി കൂടുതൽ ഡീറ്റെയിൽസ് അറിയാനായിട്ട് ഈ വരുന്ന ഓഗസ്റ്റ് 1-2 ജാജിസ് ടു കെഫിൽ വെച്ചിട്ട് വർണ്ണം എക്സ്പോ നടക്കുന്നുണ്ട്. അപ്പം നമ്മുടെ ഒരു സ്റ്റോൾ അവിടെ ഉണ്ട്, ഞാനും കാണും. അപ്പം മറക്കണ്ട, ഓഗസ്റ്റ് 1-2 നമുക്ക് കാണാം. നമുക്ക് ഒരുപാട് സന്തോഷമുണ്ട് കിച്ചുവിൻ്റെ ഈ വളർച്ചയിൽ. ഒരുപാട് പേര് താഴ്ത്തി കെട്ടാൻ നോക്കി, തകർക്കാൻ നോക്കി, കിച്ചു എന്ന കുട്ടിയെ ഇല്ലാതാക്കാൻ നോക്കി. പക്ഷേ എത്രയൊക്കെ ആൾക്കാർ ഇല്ലാതാക്കാൻ നോക്കിയെങ്കിലും അവൻ ഉയരങ്ങളിലേക്കായിരുന്നു. ഇന്ന് ഒരുപാട് സന്തോഷമുണ്ട് അവൻ്റെ ഈ മാറ്റത്തിൽ. കാരണം എന്ന് വെച്ചാൽ കിച്ചു കുറച്ച് നാൾ മുമ്പ് അവൻ്റെ ജീവിതത്തിലുണ്ടായ കുറേ കാര്യങ്ങൾ തുറന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതിനുശേഷം ഒരുപാട് സൈബർ ബുള്ളിങ്, സൈബർ അറ്റാക്കാണ് ആ കുട്ടി നേരിട്ടുകൊണ്ടിരുന്നത്. ഇപ്പോൾ കിച്ചുവിനെ സപ്പോർട്ട് ചെയ്യുന്നവരെയാണെങ്കിലും കിച്ചുവിനെയാണെങ്കിലും, കിച്ചു ഒരു ബ്രാൻഡിൻ്റെ ഒരു വീഡിയോസ് ഇട്ടിട്ടുണ്ടായിരുന്നു, ടീഷർട്ടിൻ്റെ. അതിനിടയിൽ വന്ന് നെഗറ്റീവ് കമൻ്റ് ഇട്ട് മാക്സിമം ആ കുട്ടീനെ തളർത്താൻ നോക്കിയിട്ടുണ്ടായിരുന്നു. ഒരുപാട് അപവാദങ്ങൾ, മുൻപ് തൻ്റെ ജീവിതത്തിലുണ്ടായ കുറച്ച് കാര്യങ്ങൾ എടുത്തു കാണിച്ചുകൊണ്ട് വീണ്ടും വീണ്ടും ആ കുട്ടീനെ ക്രൂശിക്കുകയായിരുന്നു. പക്ഷേ അപ്പോഴും കുറച്ച് ആളുകൾ കിച്ചുവിനെ സപ്പോർട്ടായിട്ട് നിന്നിട്ടുണ്ടായിരുന്നു. ഇന്നലെ കിച്ചുവിൻ്റെ ഈ വീഡിയോ കാണാനിടയായി. ഒരുപാട് സന്തോഷം തോന്നിയ ഒരു നിമിഷമായിരുന്നു. കാരണം എത്രയൊക്കെ സോഷ്യൽ മീഡിയയിലാണെങ്കിലും അല്ലാതെ ആണെങ്കിലും കൂട്ടം ചേർന്ന് ആളുകൾ ആക്രമിക്കാൻ ശ്രമിച്ചെങ്കിലും ഇടിച്ച് താഴ്ത്താൻ ശ്രമിച്ചെങ്കിലും അവന് അവിടെ തളർന്നില്ല. അവൻ ഉയരങ്ങളിലേക്ക് പോവുകയായിരുന്നു. ഇപ്പോൾ ശരിക്കും പറഞ്ഞാൽ പിടിച്ചാൽ കിട്ടുന്നതിലും അപ്പുറം ഉയരങ്ങളിലേക്ക് കിച്ചു എത്തിയിരിക്കുകയാണ്. അവൻ്റെ തകർച്ച ആഗ്രഹിച്ചവർ ഇന്ന് അവൻ്റെ വളർച്ച കണ്ട് അത്ഭുതപ്പെട്ട് നോക്കിയിരിക്കുകയാണ്. അതാണ് പറയുന്നത്, സത്യം എന്നാണെങ്കിലും ജയിക്കുമെന്ന്. നമ്മളെപ്പോഴും പറയുന്നൊരു കാര്യമാണ്, സത്യം മാത്രമേ ജയിക്കത്തുള്ളൂ. ഒരുപാട് അപവാദങ്ങൾ പറഞ്ഞ് പരത്തിയിട്ടും ഭീഷണിപ്പെടുത്തിയിട്ടും ആ കുട്ടി തളർന്നില്ല. അത് കുറച്ച് ആളുകൾ ആ കുട്ടീനെ ചേർത്ത് നിർത്താൻ ഉള്ളത് കൊണ്ടാണ്. അതുമാത്രമല്ല, അതിൻ്റെ അച്ഛൻ്റെ ആത്മാവ് എന്നും ആ കുട്ടിയോടൊപ്പമുണ്ട്. ഇത് നമ്മൾ നേരത്തെ പറയുന്നൊരു കാര്യം തന്നെയാണ്. അതിൻ്റെ തെളിവാണ് കിച്ചുവിൻ്റെ ഇന്നത്തെ ഈ വളർച്ചയ്ക്ക് കാരണം. ഒരു ബ്രാൻഡ് സ്റ്റാർട്ട് ചെയ്യുകയും അത് ഈ രീതിയിൽ തുടക്കത്തിൽ തന്നെ ഈ രീതിയിൽ ഉയരത്തിൽ എത്തിക്കാൻ അവനെ കൊണ്ട് സാധിക്കുകയും ജില്ലാ കളക്ടർ വന്ന് അതിൻ്റെ ലോഞ്ചിങ് നടത്തുകയൊക്കെ ചെയ്തത്, അത് ആ കൊല്ലം സുധിയുടെ ആത്മാവ് കിച്ചുവിനോടൊപ്പം ഉള്ളത് കൊണ്ടാണ്. കിച്ചുവിൻ്റെ മനസ്സ് എന്താണ്, കാരണം നന്മയുണ്ടെങ്കിൽ ഒരു ദുഷ്ടശക്തിക്ക് നമ്മളെ തകർക്കാൻ സാധിക്കത്തില്ല. അതിൻ്റെ തെളിവാണ് ഇപ്പോൾ കിച്ചുവിന് സംഭവിച്ചിരിക്കുന്ന ഈ ഒരു കിച്ചുവിൻ്റെ വളർച്ച. അപ്പം അത്ഭുതത്തോടെ അസൂയയോടെ നോക്കുന്നുണ്ടാവും കിച്ചുവിൻ്റെ തകർച്ച കാണാൻ ആഗ്രഹിച്ചവർ. കിച്ചുവിൻ്റെ തകർച്ച കാണാൻ ആഗ്രഹിച്ചവർ എവിടെ കിടക്കുന്നു? കിച്ചു എവിടെ കിടക്കുന്നു? അതാണ് സത്യം ജയിക്കും എന്ന് പറയുന്നത്. എന്തായാലും കുറച്ച് നാൾ മുമ്പാണേലും ഒരുപാട് പേര് ചവിട്ടിത്താഴ്ത്താൻ ശ്രമിച്ചപ്പോഴും ഞാനടക്കം ഒരുപാട് പേര് കിച്ചുവിനെ സപ്പോർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. അന്നും ഇന്നും കിച്ചുവിനെ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. കിച്ചുവിൻ്റെ ഏറ്റവും വലിയ ഭാഗ്യം എന്ന് പറഞ്ഞാൽ ഈ ഇടതും വലുതും നിൽക്കുന്ന കിച്ചുവിൻ്റെ ഈ വലിയച്ഛനും വലിയമ്മയും തന്നെയാണ്. ഹാപ്പിയാണ്. കളക്ടറാണ്, നല്ല തുടക്കമല്ലേ? എല്ലാവരെയും സപ്പോർട്ട് വേണം. എല്ലാവരും ഇപ്പോഴും സപ്പോർട്ട് ചെയ്യുന്ന പോലെ വീണ്ടും സപ്പോർട്ട് ചെയ്യാം. സപ്പോർട്ട് അല്ലയോ? ശരി, താങ്ക് യു. കാരണം ഒരുപാട് ദുഃഖങ്ങൾ ആ കുട്ടി നേരിട്ടപ്പോഴും അത് ആ വീട്ടിൽ നിന്നപ്പോൾ റബ്ബർ വെട്ടാൻ പോയൊരു സമയം വരെ കുട്ടിക്കുണ്ടായിരുന്നു. അപ്പോഴും വലിയമ്മയാണ് വിളിച്ചിട്ട് മോനെ നീങ്ങി പോരെ എന്ന് പറയാനായിട്ട്. അങ്ങനെ ഒരു വലിയമ്മ ഉണ്ടായത് തന്നെ കിച്ചുവിൻ്റെ ഏറ്റവും വലിയ ഭാഗ്യമാണ്. അച്ഛൻ ഇല്ല, അമ്മയില്ല, പിന്നെ ആരും ഇല്ലാത്ത ഒരു കുട്ടിക്ക് തുണയായത് വലിയച്ഛനും വലിയമ്മയും തന്നെയാണ്. അതാണ് സത്യം പറഞ്ഞാൽ കിച്ചുവിൻ്റെ ഈ വളർച്ചയ്ക്കും കാര്യം. ആ കിച്ചു ആ നന്ദി ഇന്നും കാണിക്കുന്നുണ്ട്. അത് പല വീഡിയോസിലും നമുക്ക് വ്യക്തമാകുന്നതാണ്. സ്വന്തം മകൻ എന്ന പോലെയാണ് അദ്ദേഹം ഈ കിച്ചുവിനെ കരുതലോടെ കാക്കുന്നത്. അതുപോലെ തന്നെ കിച്ചുവിൻ്റെ വലിയമ്മയാണേലും അങ്ങനെ തന്നെയാണ്. ഒരു മകന് കൊടുക്കേണ്ട സ്നേഹവും കരുതലും അവർ രണ്ടുപേരും കിച്ചുവിന് കൊടുക്കുന്നുണ്ട്. സത്യം പറഞ്ഞാൽ ഇപ്പോൾ സുധിയുടെ ആത്മാവ് സന്തോഷിക്കുന്നുണ്ടാവും ഇത് കണ്ടിട്ട്. ഒരുപാട് ഈ കുട്ടീനെ ചൊല്ലി സുധിയും വേദനിച്ചിട്ടുണ്ടായിരുന്നു. ഒരു സ്നേഹം കൊടുക്കാനോ ചേർത്ത് നിർത്താനോ ആരുമില്ലാത്തൊരവസ്ഥ ഈ കുട്ടിക്ക് ഉണ്ടായിരുന്നു. അതൊക്കെ കൊച്ച് തുറന്ന് പറഞ്ഞിട്ടുമുണ്ട്. പക്ഷെ ഇന്ന് ഒരുപാട് പേര് കിച്ചുവിനൊപ്പമുണ്ട്. വലിയച്ഛനും വലിയമ്മയും മാത്രമല്ല, സുധിയുടെ അമ്മയും മാത്രമല്ല, ഒരുപാട് ആൾക്കാർ നമ്മുടെ ഇപ്പം നമ്മളെപ്പോലെയുള്ള ഒരുപാട് പേര്
മകനെ പോലെ അല്ലെങ്കിൽ അനിയനെ പോലെ അങ്ങനെ ഒരുപാട് പേര് സ്നേഹിക്കുന്നുണ്ട്. കരുതലോടെ കിച്ചുവിൻ്റെ വളർച്ചയ്ക്കായിട്ട് കാത്തിരിക്കുന്നുണ്ട്. എന്തായാലും പുതിയ ബ്രാൻഡ് ലോഞ്ചിങ് നടത്തി എല്ലാവിധ ആശംസകളും കിച്ചുവിന്. ഇനിയും ഒരുപാട് ഉയരങ്ങൾ എത്തട്ടെ എന്ന് ആശംസിക്കുകയാണ്. ഹലോ ഗൈസ്, അപ്പം വെൽക്കം ബാക്ക്. അപ്പം കഴിഞ്ഞ നമ്മുടെ ലുക്കി ബൈ കിച്ചുവിന്റെ ഒരു പ്രീ ഓർഡറിന്റെ ഒരു സംഭവം നമ്മൾ ഇട്ടായിരുന്നു. അപ്പം അതിന് നല്ല റെസ്പോൺസ്, കുറെ നമ്മൾ ഇത്ര പ്രതീക്ഷയില്ല നമുക്ക് ഇങ്ങനെ ഇത്ര കിട്ടുമെന്ന്. അപ്പം ആദ്യം തന്നെ എല്ലാവർക്കും താങ്ക് യു സോ മച്ച്. അപ്പൊ ഇപ്പോഴും കുറെ എൻക്വയറീസ് ആണെങ്കിലും നമുക്ക് ഓർഡേഴ്സ് ആണെങ്കിലും നമുക്ക് വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. ഇതേപോലെ കീപ് സപ്പോർട്ടിങ് എന്ന് എനിക്ക് പറയാനുള്ളൂ. പിന്നെ നമുക്ക് എൻക്വയറീസ് എല്ലാം വന്ന സമയത്ത് നമുക്കൊന്നൊരു ടീഷർട്ട് ഭയങ്കര ഓവർ പ്രൈസ്ഡ് ആണ് കാര്യങ്ങൾ അങ്ങനെയൊക്കെ പറഞ്ഞിട്ടായിരുന്നു. ഞാൻ ആദ്യമായിട്ട് ഒരു സംഭവം ഇറക്കുമ്പോൾ അത് ഒരിക്കലും ഒരു ക്വാളിറ്റി വൈസ് ഒരിക്കലും ബാഡ് ആകുന്ന ഒരു ഇതുണ്ടായിരുന്നു. അപ്പം ഒരു ലോ പ്രൈസിൽ നമ്മളെ കൊണ്ട് പറ്റാവുന്ന ഒരു കുറഞ്ഞ പ്രൈസിൽ നല്ലൊരു ക്വാളിറ്റിയിൽ ഇറക്കാനായിട്ടുള്ള രീതിയിൽ നമ്മൾ എടുത്തത്. അതെ അതുതന്നെ. ആ മെറ്റീരിയൽ ആണെങ്കിലും നല്ല ക്വാളിറ്റി മെറ്റീരിയൽ, അത് ടച്ച് ചെയ്യുമ്പോൾ ഫീൽ ആവും. എന്തായാലും നല്ലൊരു ക്വാളിറ്റിയിൽ അത്യാവശ്യം ഒരു ബഡ്ജറ്റ് ഫ്രണ്ട്ലി സാധനം നമ്മൾ എന്തായാലും ഉടനെ ഇറക്കും. അപ്പം ആരും അത് ഒട്ട് വിഷമിക്കണ്ട കേട്ടോ. ഈ പ്രീ ഓർഡർ ചെയ്തേക്കുന്ന എല്ലാവർക്കും ഉടനെ തന്നെ സാധനങ്ങൾ ഇവിടെ എല്ലാം റെഡിയാവും. അപ്പം എല്ലാവരുടെ മുന്നോട്ട് പെട്ടെന്ന് തന്നെ എത്തും. അപ്പം എല്ലാവരും ഇതുപോലെ തന്നെ വീണ്ടും സപ്പോർട്ട് ചെയ്യുക. ഇപ്പം എന്തായാലും നല്ല കുറച്ച് എൻക്വയറീസും ഓർഡേഴ്സും ഇപ്പോഴും വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പം അതുപോലെ വീണ്ടും സപ്പോർട്ട് ചെയ്യുന്നുള്ള പ്രതീക്ഷയോടെ ബൈ. ഹാപ്പിയാണ്. കളക്ടറാണ് ജോയിൻ ചെയ്തത് അല്ലേ? കളക്ടറാണ്. നല്ല തുടക്കം അല്ലേ? പിന്നെ എല്ലാവരെയും സപ്പോർട്ട് വേണം. എല്ലാവരും ഇപ്പോഴും സപ്പോർട്ട് ചെയ്യുന്ന പോലെ വീണ്ടും സപ്പോർട്ട് ചെയ്യുക. ഫുൾ സപ്പോർട്ട് അല്ലയോ? പിന്നെ ശരി, താങ്ക് യു.